സുഹൃത്തുക്കളെ, വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും മുതിരുന്നില്ല. കുറച്ച് സത്യങ്ങൾ നിങ്ങളോട് ബോധിപ്പിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് ഞാൻ ഉമർ ഖത്താബിൽ വന്ന് സംസാരിക്കണമെന്ന് എനിക്കൊരു നിങ്ങളോട് പറയണമെന്നുള്ള ഒരു വിചാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ 2 റൗണ്ട് ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ കയറി കഴിഞ്ഞതാണ്. നല്ലൊരു സമീപനവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവസാന വണ്ടിയാണ് ഇതിൽ കയറണം എന്ന് നിങ്ങളോട് പറഞ്ഞ് നമ്മളെല്ലാവരും കൈപ്പത്തിക്ക് വോട്ട് ചെയ്തവരാണ്. പല ആളുകളും കൈപ്പത്തിക്ക് വോട്ട് ചെയ്തവരാണ്. 545 പാർലമെന്റ് സീറ്റിൽ വെറും 54 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന്. 1 മണിക്കൂർ മുമ്പ് സുധാകരന്റെ PA BJPയിൽ പോയിട്ടുണ്ട്. മണിക്കൂറുകൾക്കെല്ലാം മിനിറ്റുകൾ വെച്ചിട്ടാണ് ഓരോ കോൺഗ്രസ് ആളുകളും BJPയിൽ പോകുന്നത്. ഇപ്പോൾ ഡബിൾ സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. MP MLA മാർ കോൺഗ്രസിൽ പോയി. ഇത്ര ചെറിയൊരു പാർട്ടിയെ വലുതാക്കിയത് കോൺഗ്രസ് ആണ്. 5 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയാണ് കോൺഗ്രസിൽ പോയിട്ടുള്ളത്. ഒരു ഇറച്ചിക്കോയിന്റെ അവസ്ഥയാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ. സമയമായി വലുതായി കഴിഞ്ഞാൽ അവരെ വെട്ടി നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നല്ല കാശിന് വിൽക്കുകയോ അല്ലെങ്കിൽ നല്ല സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ അങ്ങോട്ട് ചാടുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വ്യക്തമായ സത്യമാണ്. ഇന്ത്യ മുന്നണിക്ക് മാത്രമായിരിക്കും ഇനി ഇന്ത്യയെ നയിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ത്യ മുന്നണിയിൽ നമ്മുടെ LDF-ന്റെ സ്ഥാനാർത്ഥികളുമുണ്ട്, LDF ഉണ്ട്, CPM ഉണ്ട്. എല്ലാ ആളുകളും ചേർന്ന്, എല്ലാ സംസ്ഥാനത്തെ ആളുകളും ചേർന്നിട്ടുള്ള ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. LDF-ന്റെ ആളുകളെ നിങ്ങൾക്ക് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവർ മറുകണ്ഠം ചാടില്ല. കോടികൾ നൽകിയാലും മറുകണ്ഠം ചാടില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ട്. BJP എതിർക്കുന്നത് ഇപ്പൊ LDF മാത്രമാണ് കേരളത്തിൽ. നമുക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ, മുസ്ലിം സമുദായത്തിനൊരു പ്രശ്നമുണ്ടായപ്പോൾ സംസാരിക്കുന്നത് LDF-ന്റെ ആളുകളാണ്. കോൺഗ്രസിന് ഇതുവരെ ഒരു സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ആയതുകൊണ്ട് നിങ്ങളെ വിലയേറിയ വോട്ടുകൾ LDF-ന് നൽകിക്കൊണ്ട് ബാലകൃഷ്ണ മാഷിനെ വിജയത്തിലെത്തിക്കണമെന്ന് ഉമർ ഖത്താബ് ആളുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.